അല്ല, ജീവിതത്തിന്റെ സഹനങ്ങളിലൂടെ. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞത് വചനത്തിലൂടെ, എന്നെ അനുഗമിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ചുകൊണ്ട് നിന്റെ കുരിശും വഹിച്ചുകൊണ്ട് നീ എന്റെ പിന്നാലെ വാ, അപ്പോ നീ എന്റെ യഥാർത്ഥ ശിഷ്യനാകുമെന്ന് ഈശോ പറഞ്ഞത്. അപ്പൊ നമ്മൾ സ്വയം ത്യജിക്കാതെ, നമ്മൾ കഷ്ടപ്പാടുകളെ, സഹനങ്ങളെ, കുരിശുകളെ ജീവിതത്തിൽ ഏറ്റെടുക്കാതെ ഒരിക്കലും നമുക്ക് വിശുദ്ധരാകാനോ ദൈവികമായി ജീവൻ പ്രാപിക്കുവാനോ സ്വർഗത്തിന് അവകാശികളാകുവാനോ നമുക്ക് സാധിക്കുകയില്ല. അപ്പോ ആ വലിയൊരു സത്യം നമ്മൾ ഓർക്കുക. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു തമ്പുരാനെ. നല്ല നല്ല അറിവുകൾ ഞങ്ങൾക്ക് തന്നുകൊണ്ട് അവിടുത്തെ വചനത്തിലൂടെ കർത്താവെ ഞങ്ങളെ ജ്വലിപ്പിക്കുന്നതിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവെ ഞങ്ങളുടെ എല്ലാ വേദനകളെയും എല്ലാ കുരിശുകളെയും യേശുവേ നിനക്ക് വിട്ടുതരുന്നു. നീ കടന്നു വന്നുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച് കൃപകൾ കൊണ്ട് നിറച്ച് ഞങ്ങളെ അങ്ങയുടേതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ വിശുദ്ധരായി മാറും, വിശുദ്ധിയുള്ളവരായി മാറും. അപ്പോ അതുകൊണ്ടാണ് പ്രഭാഷണന്റെ പുസ്തകത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, സ്വർണം അഗ്നിയിൽ ഉരുക്കപ്പെടുന്നു, സ്വർണം അഗ്നിയിലിട്ട് ഉരുക്കി എടുക്കുന്നു, അല്ലെ? അപ്പൊ അത് അന്നോരമാണത് വർണ്ണശബളമായിട്ട് മാറുക. എന്നാൽ സഹനത്തിന്റെ ചൂളയിൽ സ്വീകാര്യരായി മനുഷ്യര് ഒരുക്കപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ സ്വീകാര്യരായിട്ടുള്ള മനുഷ്യര് വിശുദ്ധീകരിക്കപ്പെടുന്നു. അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുക. അപ്പോ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന്റെ ചൂളയിൽ വിശുദ്ധീകരിക്കപ്പെടുക. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, അൽഫോൻസാമയൊക്കെ നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിലെ വിശുദ്ധിയായിട്ട് മാറിയ, നമ്മുടെ കേരളത്തിലെ, നമ്മുടെ സ്വന്തം നാട്ടിലെ അൽഫോൻസാമ എങ്ങനെയാ വിശുദ്ധയായത്? തന്റെ സ്വന്തം ജീവിതത്തിലെ സ്വന്തം സഹോദരിമാരിൽ നിന്നും തന്റെ രോഗത്തിൻ്റെതായ സഹനങ്ങളും സഹോദരിമാരിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ഒക്കെ ഏറ്റ് അതെല്ലാം ദൈവത്തിന് കാഴ്ച വെച്ചപ്പോൾ അവള് നല്ലൊരു വിശുദ്ധയായി മാറി. ദൈവം അവളെ ഉയർത്തി. അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കർത്താവിന്റെ ശക്തമായി കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഈ ഉയർത്തൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ സഹനത്തിന്റെ ചൂളയിലൂടെ കടന്നു പോകുക, കർത്താവിന് നമ്മൾ വിധേയപ്പെടുക, വിശുദ്ധിയിലൂടെ നമ്മൾ കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കും. സഹനത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക, നമ്മുടെ കുറവുകളെ നമുക്ക് തിരിച്ചറിയാന്, നമ്മളിലുള്ള ദൈവാനുഭവത്തിലേക്ക് നമുക്ക് വളരുവാന് ഒക്കെ നമുക്ക് ഇതിലൂടെ മാത്രമാണ് നമുക്ക് സാധിക്കുക. അപ്പോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ഇതാ, സഹനത്തിലൂടെ കടന്നുപോയി ദൈവത്തിൽ എത്തിച്ചേരുക. അപ്പൊ ഈ സഹനങ്ങളെ നമ്മൾ എപ്രകാരം ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. പെറുപെറുപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വലിയൊരു ഭാരമായിട്ട് കരുതി, അല്ലെങ്കിൽ തമ്പുരാനെതിരെ പെറുപെറുത്തുകൊണ്ട് ഈ സഹനങ്ങളെ കൈകാര്യം ചെയ്താൽ നമുക്ക് വിശുദ്ധി കിട്ടുമോ? ഒരിക്കലുമില്ല. നമുക്ക് ഒരിക്കലും വിശുദ്ധി കിട്ടില്ല. പക്ഷേ അത് ദൈവഹിതമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വന്നിട്ട് ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഈശോയുടെ കുരിശിനോട് ചേർത്ത് അതിനെ കാഴ്ചവെക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോ അത് നമുക്ക് വിശുദ്ധിയായിട്ട് മാറും. അത് നമുക്ക് വിശുദ്ധിയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. അത് ജീവിതത്തിലുണ്ടാകുന്ന എന്ത് ത്യാഗങ്ങളായിക്കോട്ടെ, കുരിശുകളായിക്കോട്ടെ, ബുദ്ധിമുട്ടുകളായിട്ട്, ഒരുപക്ഷെ മക്കളിൽ നിന്നുള്ള വേദനകളായിരിക്കാം ചില മാതാപിതാക്കൾക്ക്. ചില മാതാപിതാക്കന്മാർക്ക് എന്ന് പറയും മക്കളെ കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ അസ്വസ്ഥതകളായിരിക്കാം,
സാമ്പത്തികമായ തകർച്ചകളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഈശോയെ നിനക്ക് ഞാൻ ഇതെല്ലാം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ഈശോ ഇടപെടും. ഈശോ തീർച്ചയായിട്ടും ഇടപെടും. തമ്പുരാൻ നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരും. അപ്പൊ അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് തുടർന്നുള്ള നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളെപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ